വിപിൻലാൽ ടോക്കിലേക്ക് ഏവർക്കും ഒരു ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോ ഇന്നും ഞാൻ ഇവിടെ പറയാൻ വരുന്നത് ഈ പേഴ്സണൽ അറ്റാക്ക് അഥവാ വിദ്വേഷ പ്രസംഗം. ഇതൊക്കെ കൈമുതലാക്കിയ ഒരു ചാനൽ, പബ്ലിക് ചാനൽ, അതാ ഖാദിർ കരിപ്പൊടിയുടെ ചാനലിനെ പൊളിച്ചടുക്കിക്കൊണ്ടാണ് നമ്മളിവിടെ ഇന്നും സംസാരിക്കാൻ പോകുന്നത്. ഞാൻ അതിന്റെ ഒരു വീഡിയോ ശകലം ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ? ആ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? അപ്പോ അവൻ പറഞ്ഞത് കണ്ടില്ലേ? പത്മജ ഒരു പോസ്റ്റ് ഇട്ടതിനെ കുറിച്ചാണ് പറഞ്ഞത്. അവന് ബി ജെ പിയെ താല്പര്യമില്ലെങ്കിലോ അല്ലെ ബി ജെ പിനെ എതിർക്കുന്ന ആളാണോ എങ്കിൽ അവരെ പ്രത്യാശാസത്തെ നമ്മൾ ഏറിയ പങ്ക് ഒരുപാട് നമ്മൾ എതിർക്കുന്നുണ്ട്. പക്ഷെ അവർ കൊണ്ടുവന്ന നല്ല കാര്യങ്ങളെ നമ്മൾ എന്തിനാണ് വളച്ചൊടിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്? സത്യത്തെ എന്തിനാണ് വളച്ചൊടിക്കുന്നത്? പത്മജ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100% കൃത്യമായും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അവര് പറഞ്ഞത് നമ്മളെ സഹോദരൻ ഇങ്ങനെ 34 കോടി ആയതിൽ അവരെ അനുമോദിക്കുകയും ആരൊക്കെയാണോ അതിൽ പ്രവർത്തിച്ച അവർക്കൊക്കെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് ആ പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതില് ഇപ്പൊ ഒരു ഡിജിറ്റൽ വിപ്ലവം തന്നെ, ഡിജിറ്റൽ വിപ്ലവം ഒരു വന്നതിന് ശേഷമല്ലേ ഉണ്ടായത് അല്ലെ? ആരാണോ കൊണ്ടുവന്നത്, ഏതാണോ സർക്കാർ കൊണ്ടുവന്നത്, അവരത് കൊട്ടിഘോഷിക്കുക തന്നെ ചെയ്യും. അവര് കൊണ്ടുവന്നിട്ടുള്ളതിൽ നിന്ന് വെച്ചിട്ടുള്ള ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും 34 കോടി ഇത്രയും പെട്ടെന്ന് തന്നെ സ്വരൂപിക്കാൻ കഴിഞ്ഞത്. അതില് പ്രധാനമന്ത്രിനെ അനുമോദിച്ചിട്ടുണ്ടെങ്കിൽ ആ അനുമോദിക്കുന്നതിന് എന്താണ് തെറ്റ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണ് തെറ്റ്? നല്ല കാര്യങ്ങൾ എന്തിനാണ് നമ്മൾ മറച്ചു വെക്കുന്നത്? അതെന്തിനാണ് നമ്മൾ ജനങ്ങളിലേക്ക് വേണ്ടാത്ത രീതിയിൽ എത്തിക്കുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പോ ഇത്തരത്തിലുള്ള ഈ വിദ്വേഷ പ്രസംഗങ്ങളും ഇത്തരത്തിലുള്ള ഈ കേരള ജനതയിലേക്ക് കൂടുതലായിട്ടും എത്തുന്നത് ഇത്തരത്തിലുള്ള വേണ്ടാത്ത കാര്യങ്ങളാണ്. എത്ര നല്ല കാര്യങ്ങൾ ചെയ്ത് ആ കാര്യങ്ങൾ എന്തിനാണ് മൂടി വെക്കുന്നത്? എന്തിനാണ് ഇത്തരത്തിൽ നിങ്ങൾ എന്തിനാണ് പ്രചരിപ്പിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്? ഒരാൾ പറഞ്ഞ വേറൊരു ബൈറ്റും കൂടി ഞാൻ ഇട്ടുതരാം, അതും കൂടി നിങ്ങളൊന്ന് കാണി. ഒരു 90% ആളുകളും അസംഘടിത മേഖലയിൽ ജീവിക്കുന്ന രാജ്യത്ത് ഡിജിറ്റലാവാൻ പറ്റത്തില്ലെന്ന്. എന്താ നമ്മുടെ മീൻ കച്ചവടക്കാരൻ ഇനി ക്രെഡിറ്റ് കാർഡ് മേടിച്ച് മീൻ കൊടുക്കുമോ? നമ്മുടെ ആക്രിക്കാർ ചെയ്യുമോ? പച്ചക്കറിക്കാർ ചെയ്യുമോ? ഇതൊക്കെ ഒരു കണ്ടില്ലേ? ഈ ഡിജിറ്റൽ വിപ്ലവം അഥവാ ഈ UPI, ഈ ഒരു പണമിടപാട് സാധാരണക്കാരൻ എങ്ങനെ, തെങ്ങുമ്മ കയറുന്നവൻ എങ്ങനെ ഈ ഒരു ഇടപാട് നടത്തും? അതല്ല മീൻ കച്ചവടം ചെയ്യുന്നവൻ എങ്ങനെ ഇടപാട് നടത്തും എന്ന് പറഞ്ഞ ഒരു മരമണ്ടൻ ധനമന്ത്രിനെയാണ് നിങ്ങളിപ്പോ കണ്ടിട്ടുള്ളത്. അപ്പൊ എത്രത്തോളം നമ്മളിലേക്ക് ഓരോ സാധാരണക്കാരിലും നമ്മൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഒരു ചായ കുടിച്ചാൽ പോലും ഒന്നിങ്ങനെ സ്കാൻ ചെയ്തിട്ട് പണം അയച്ചു കൊടുക്കുന്ന പരിപാടിയിലേക്കാണ് ഇപ്പോൾ നമ്മളെ രാജ്യവും നമ്മളെ രാജ്യത്തുള്ള ഓരോ സാധാരണക്കാരിൽ പോലും അത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എത്രത്തോളം നമ്മൾ അത് സിമ്പിളായിട്ട് നമ്മൾ പണത്തിനെ ചെലവഴിക്കുന്നതും പണത്തിനെ കൊണ്ട് നടക്കുന്നതും എത്രത്തോളം സിമ്പിളായി. ഈ പോക്കറ്റ് അടി, മറ്റുള്ള കാര്യങ്ങള്, പണം കളഞ്ഞു പോകുന്നത്, അങ്ങനത്തെ പല പരിപാടികളും ഇപ്പൊ പേസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പേസ് കളഞ്ഞു പോകുന്നത്, അങ്ങനെ എത്രത്തോളം കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഈ പണത്തിന്റെ കാര്യങ്ങൾ ലഘൂകരിച്ചു കൊണ്ടുപോകുന്നത്. അത് നല്ലൊരു കാര്യമല്ലേ? അത് ഈ സർക്കാരിന്റെ കാലത്തും ഈ സർക്കാരിന്റെ കാലത്തിന്റെ ആ പ്രോത്സാഹനവും കൊണ്ട് തന്നെയാണല്ലോ ഇത് വന്നത്. ഡിജിറ്റൽ വിപ്ലവം വന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ. അതില്ലാന്ന് നമുക്ക് എത്ര ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ഉള്ള സത്യസന്ധമായിട്ടുള്ള കാര്യമല്ലേ? ഒരു കാര്യം ഉള്ള കാര്യത്തിന് ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കില്ലല്ലോ. എന്നിന് എത്ര പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഇല്ലാതാക്കാൻ സാധിക്കില്ല. അപ്പൊ നമ്മളിത് ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പണം ഇത്ര വേഗത്തിലും ഇത്ര പെട്ടെന്നും സ്വരൂപിക്കാൻ കഴിഞ്ഞത്. അപ്പൊ നീ പറയണ്ട ആര് കൊടുത്തു എന്ത് കൊടുത്തു എന്നൊന്നും നീ നോക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? നമ്മളൊക്കെ അതിൽ ഉൾപ്പെട്ട ആൾക്കാരാണ്. അതിലൊക്കെ നമ്മൾ അഭിമാനിക്കുന്ന ആളാണ്. എത്രയും പെട്ടെന്ന് അദ്ദേഹം ഇവിടെ ഈ നാട്ടിലെത്താനും നാട്ടിലെത്തിയിട്ട് കാണാനും അദ്ദേഹത്തിന്റെ ആ നാട്ടിലെത്തിയിട്ടുള്ള വീഡിയോകൾ കാണാനും ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾ ഓരോരുത്തരും, ഓരോ മലയാളികളും. അതിൽ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യനോ അങ്ങനത്തെ യാതൊന്നുമില്ല. ബോച്ചയൊക്കെ ഇറങ്ങി തിരിച്ചിട്ടുള്ളത് മതം നോക്കിയിട്ടാണ്. എന്തോ ആട്ടെ, നമ്മളെ ഓരോരുത്തരുടെയും താല്പര്യങ്ങൾ എന്തോ ആവട്ടെ, എന്ത് തന്നെ ആയാലും ആ കാര്യത്തിലേക്ക് നമ്മളത് ഇറങ്ങിത്തിരിച്ച് നമ്മളത് സാധ്യമാക്കുകയും ചെയ്ത് അതിനെ അനുമോദിച്ചുകൊണ്ടും അതിനെ നല്ല ആ ഒരു കാര്യത്തിനെ അനുമോദിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടതിനെ ഇത്ര വക്രീകരിച്ച് കാണിക്കേണ്ട ആവശ്യമുണ്ടോ?
അതാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ ഈ വിദ്വേഷ പ്രസംഗം, ഇത്തരത്തിലുള്ള വികലമായിട്ടുള്ള ഈ കാഴ്ചപ്പാട്, വികലമായിട്ടുള്ള കാര്യങ്ങളും അല്ല പറയേണ്ടത്. വീണ്ടും വീണ്ടും പറയാണ്, നിങ്ങൾ നല്ലൊരു സ്ഥാപനത്തിന് നീയും സീക്രട്ട് ഏജന്റും സുനിത ദേവദാസും ഒക്കെ കൂടി വന്നിട്ട് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു. എന്നിട്ട് എന്തായി? നടന്നോ? ഇല്ല. പക്ഷെ ജനങ്ങൾ ഇഷ്ടം പോലെ ആൾക്കാർ കാണും, അത് സത്യമാണ്. അത് പ്രത്യേകിച്ച് മലയാളികൾ. മലയാളികൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ നന്നാവുന്നതിനോട് താല്പര്യമില്ല, എങ്ങനെ ഒരാളെ താഴ്ത്തിക്കെട്ടാമെന്ന് ആലോചിച്ച് നടക്കുന്ന ആൾക്കാരാണ് കൂടുതലും, ഭൂരിപക്ഷം. അപ്പോ ആ രീതിയിലല്ല ചിന്തിക്കേണ്ടത്. അപ്പൊ ആ രീതിയിലല്ല ജനങ്ങളിലേക്ക് നിങ്ങളൊക്കെ എത്തിക്കേണ്ടത്. നിങ്ങളതൊക്കെ ഒരുപാട് ആൾക്കാർ കാണുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും നിനക്കെതിരെ തന്നെ വീഡിയോ ഇടുന്നത്. എന്താണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രസംഗങ്ങളും അല്ലെങ്കിൽ കുപ്രചരണങ്ങളും അല്ല നിങ്ങൾ മാധ്യമങ്ങളിലൂടെ അടിച്ചേൽപ്പിക്കേണ്ടത്. അതിന്റെ സത്യാവസ്ഥ എന്താണോ, സത്യാവസ്ഥ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് നിങ്ങൾ വരികയാണെങ്കിൽ ഓക്കെ, നമുക്ക് പറയാം ഇത്തരത്തിലാണ്. എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിനെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ വേണം. അല്ലാതെ വെറുതെ എന്തെങ്കിലും പറഞ്ഞ ഒരാളെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടൊന്നും നേടാനില്ല. നീ അല്ലെങ്കിലും സുരേഷ് ഗോപിനെ കുറിച്ച് ഒരുപാട് വീഡിയോകൾ നീ ഇടുന്നുണ്ട്. സുരേഷ് ഗോപിനെ വ്യക്തിഹത്യ ദിവസം തന്നെ മാതിരി വ്യക്തിഹത്യ ചെയ്തുകൊണ്ടേ നിൽക്കുകയാണ്. ഇപ്പൊ തന്നെ ഗണേഷ് കുമാറിനെ വടിച്ചു നക്കിയതിന്റെ ആ ഒരു ഇത്, അത് ഓരോരുത്തരുടെ രീതിയാണ്. ആ രീതി അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യം എന്താണ്? അങ്ങനെ വ്യക്തിഹത്യ ചെയ്തിട്ടാണോ നിങ്ങൾക്കൊക്കെ ഇവിടെ ജയിച്ചു കയറേണ്ടത്, അല്ലെങ്കിൽ പണം സമ്പാദിക്കേണ്ടത്? ഒരാളെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടാണോ നിങ്ങൾ പണം സമ്പാദിക്കേണ്ടത്? ഞാൻ നിന്നെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഈ വീഡിയോ ഇടുന്നത്. വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടല്ല വീഡിയോ ഇടുന്നത്. നീ മനസ്സിലാക്കാനാണ് കണ്ടത്. നിന്റെ പ്രേക്ഷകർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അത് എത്ര ആൾക്കാർ കാണുന്നുണ്ടെന്നോ എത്രത്തോളം വ്യൂവേഴ്സ് വരുന്നുണ്ടോ നോക്കിയിട്ടും അല്ല ഞാൻ ഇടുന്നത്. കാണും കാണില്ല, അതിന് 2 ആൾ കണ്ടാലും ശരി, 3 ആൾ കണ്ടാലും ശരി. എന്റെ ചാനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചാനലാണ്. പക്ഷെ പറയേണ്ട കാര്യങ്ങൾ അത് വ്യക്തമായിട്ട് തന്നെ അത് പേടിയില്ലാതെ, നിന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഞാൻ എന്റെ കാര്യങ്ങൾ, നിന്നെ വ്യക്തിഹത്യോ നിന്റെ വീട്ടിലെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും ഞാൻ കിടക്കുന്നില്ല. നീ ചെയ്ത വീഡിയോക്ക് എതിരെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അത് ചെയ്തുകൊണ്ടേ ഇരിക്കണ്ടേ. ഇത്തരത്തിലുള്ള വിഡിത്തരങ്ങളും ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങളും പറയുന്നേരോ അതിനെതിരെ സംസാരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇട്ടത്. അപ്പോ ഈ യൂട്യൂബിലുള്ള ഇവന്റെ ഈ ചാനലിലുള്ള വീഡിയോ കാണുന്ന ഓരോരുത്തരും ചിന്തിക്കുക, ഇവനിടുന്ന വീഡിയോന്റെ ഓരോ കാര്യങ്ങളും. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിട്ട പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ അനുമോദിച്ചുകൊണ്ടാണ്. നല്ല കാര്യങ്ങൾ നല്ല വശമായി തന്നെ കാണണം. അല്ലാണ്ട് നിന്റെ മാതിരി ചാണകം അത് ഇതെന്ന് പറഞ്ഞിട്ട് വെറുതെ അവരെ മൈൻഡിലേക്കുള്ള ഞരമ്പ് കട്ട് ചെയ്യുന്നു. അതൊക്കെ ആരാണ് പറയുന്നത്? ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയാണത്. അപ്പൊ അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിച്ചിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനെതിരെ നിനക്ക് ചിലപ്പം പേഴ്സണൽ ആയിട്ടോ അല്ലെങ്കിൽ നിനക്ക് ആ പാർട്ടിനോടോ താല്പര്യക്കുറവോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് അവര് ചെയ്ത വൃത്തികെട്ട കാര്യങ്ങളിലൂടെ അത് നീ ഉയർത്തിക്കൊണ്ടുവരാണെങ്കിലും ഒക്കെ, അല്ലാണ്ട് വ്യക്തിപരമായിട്ടും വ്യക്തിഹത്യയും ചെയ്തിട്ടല്ല ഉയർത്തിക്കൊണ്ടുവരേണ്ടത്. അവരുടെ ആശയങ്ങൾക്കെതിരെ നിനക്ക് പ്രതികരിക്കാം, അത് ആശയപരമായിട്ടായിരിക്കണം. അല്ലാതെ ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ കാണിച്ചിട്ടല്ല പ്രതിഷേധിക്കേണ്ടത്. മനസ്സിലായല്ലോ? അത് പറയാനാണ് നമ്മൾ ഇന്നിവിടെ നിന്നത്. അപ്പൊ ഈ വീഡിയോ കാണുന്ന ഏവരും തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കും കമന്റും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അനുഗ്രഹങ്ങൾ നമുക്ക് ചൊരിയുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. ജയ് ഹിന്ദ്.